ഇന്ന് വളരെ എളുപ്പത്തിലും എന്നാൽ രുചിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു പപ്പട ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിനാവശ്യമായി ഒരു 10-15 കുഞ്ഞുള്ളിയും ഒരു 8-10 വറ്റൽമുളകും ഒരു 6-7 പപ്പടവും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ആദ്യമേ നമുക്ക് വേണ്ടി വരുന്നത്. ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ പപ്പടം നമുക്ക് ആദ്യമേ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കാവേ. മുഴുവനോടെ തന്നെ വറുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായി നമുക്ക് വേണമെങ്കിൽ വറുത്ത് മാറ്റാം. അതേ പാനിൽ തന്നെ നമുക്ക് ഈ കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പുളി ഇതെല്ലാം കൂടെ ഈ പരുവത്തിനൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഈ ചേരുവകളെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ വളരെ പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുത്ത ഈ കൂട്ടിലോട്ട് 2-3 പിടി തേങ്ങ കൂടി തിരുമിയത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്ത ഈ ചമ്മന്തി ഉണ്ടല്ലോ, നേരത്തെ തന്നെ പൊരിച്ചു മാറ്റി വെച്ച പപ്പടത്തിന്റെ മേലെ കുറേച്ചേ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതെ ഒന്ന് മെല്ലെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നീട് ഈ കൈവെള്ളയിലിട്ട് ഈ പപ്പട ചമ്മന്തി ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നല്ല ചൂടുള്ള ചോറിലോട്ട് അതിനുള്ള ചേരുവകളൊക്കെ ചേർത്തുള്ള കറികളൊക്കെ ഇട്ട് വിളപ്പി നന്നായിട്ടത് കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ.